ആ റോജ, നിന്റെ അമ്മ എന്തേ? ദീപാവലി പൂജ ആരംഭിക്കാനായിട്ട് പോവാ. അല്ല, ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ ഞാൻ പപ്പയ്ക്ക് വേണ്ടി എന്റെ കൈ കൊണ്ട് ചെയ്തതാ. അച്ചോടാ, നിന്റെ അച്ഛനെ വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെട്ടോ? അച്ഛനെ കൊണ്ട് എന്തോ ഒരു കാര്യം സമ്മതിപ്പിക്കാനാണല്ലേ ഇതൊക്കെ? അതെങ്ങനെ പപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ, എന്റെ സൂപ്പർ പവർ എന്താണെന്ന് അറിയാമോ? ഞാനൊരു അച്ഛനാണ്. അച്ഛന്മാർക്ക് എല്ലാം മനസ്സിലാവും. ഇത് ശരിക്കും നന്നായിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നാലും എന്റെ മോള് നല്ല കഴിവുള്ള കുട്ടിയല്ലേ? പപ്പ, ഈ ടാലന്റ് ഞാൻ മാസ്റ്റർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടോ എത്ര നല്ല സ്കൂളാണെന്ന്. പക്ഷേ അതിന് പപ്പ ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്യണം. മഹാറാണി, ഞാനിവിടെ കൊട്ടാരത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ ബോർഡിംഗ് സ്കൂളിലേക്ക് പോകാൻ പപ്പയുടെ സമ്മതം വേണം. എത്ര നല്ല സ്കൂളല്ലേ പപ്പ? ആ, ഇതാ അവരുടെ ക്യാമ്പസ്, പിന്നെ ഇത് പ്ലേ ഗ്രൗണ്ട്, പിന്നെ ഇവിടെ ക്ലാസ് റൂം ഒക്കെ നന്നായിട്ടുണ്ടല്ലേ പപ്പ? എനിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ വേണം. ശരിക്കും ഇതൊരു നല്ല സ്കൂൾ തന്നെ. നീ ഇവിടെ പഠിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റുമല്ലേ? അതെ പപ്പ. ശരി, നിന്നോട് ഈ സ്കൂളിനെ പറ്റി ആരാ പറഞ്ഞേ? അമ്മ. ഈ അഡ്മിഷൻ ഫോംസ് എല്ലാം ആരാ കൊണ്ടുവന്നേ? മഹാറാണി. സ്കൂളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്തതൊക്കെ ആരാ? ഞാൻ. പിന്നെ നിന്നോട് ആരാ പറഞ്ഞ നീ റോയൽ ബ്ലഡ് അല്ലാന്ന്? മോഹിനി ചെറിയമ്മ. ഞാൻ പറഞ്ഞതല്ലേ മോളെ, അച്ഛന്മാർക്ക് എല്ലാം മനസ്സിലാവുമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ പപ്പ? എനിക്കെങ്ങനെയാ നിങ്ങളെ എല്ലാവരെയും വിട്ടിട്ട് പോകാൻ പറ്റുക? ഇതൊക്കെ ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നീ എൻ്റെ കൂടെ വാ. എവിടെയാ പോയത്? ആരോ എല്ലാരും വന്നോ ഇല്ലയോ? വിളിച്ചിട്ടുണ്ട്, വന്നോണ്ടിരിക്കുക. എന്തു പറ്റി ശരൺ? എന്താ കാര്യം? എന്തിനാ എല്ലാരെയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഞാൻ പറയാം അമ്മായി. ഇനിയൊരു പക്ഷേ ഈ രാജകൊട്ടാരത്ത് ആർക്കെങ്കിലും എന്റെ മകളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരിട്ട് എന്നോടൊന്ന് സംസാരിക്കാം. എന്നോട് എന്റെ മുതുകിന് പിന്നിൽ എന്റെ കുടുംബത്തെ നശിപ്പിക്കാമെന്ന് ആരും തന്നെ വിചാരിക്കരുത്. റോജ എന്റെ സ്വന്തം മകളാണ്, നമ്മുടെ മകളാണ്, എന്റെ കുടുംബത്തിലെ ഒരു അംഗം. എനിക്ക് നിങ്ങളോടൊക്കെ എത്രമാത്രം സ്നേഹമുണ്ടോ, എന്റെ ഭാര്യയോടും എന്റെ മകനോടും എത്ര സ്നേഹമുണ്ടോ അതേ സ്നേഹം എനിക്ക് ഇവളോടുമുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ കാര്യം ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചു വച്ചോ. ഈ സിംഹാസനം എന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി എന്റെ ജീവൻ പോലും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. അതേപോലെ എന്റെ കുടുംബവും എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയും മരിക്കാനായിട്ട് തയ്യാറാണ്. രാജ സാർ,
പോയൊരു പാത്രം എടുത്തിട്ട് വാ. പാത്രത്തിൽ കുറച്ച് വെള്ളവും. ദോല, നീ പോയി എന്റെ കത്തി എടുത്തിട്ട് വാ. ചില കാര്യങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അതെന്താണെന്നോ, ചില കാര്യങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിലാക്കി തരാം. ഈ ഇരിക്കുന്ന സ്വർണത്തിന്റെ ഉരുളില്ലേ, ഇത് വീർഗഡിന്റെ പാരമ്പര്യമാണ്. ശ്രദ്ധിച്ചു നോക്കണം അതിലേക്ക്. ഈ ഇരിക്കുന്ന സ്വർണത്തിന്റെ ഉരുളി വീർഗഡിന്റെ പാരമ്പര്യമാണ്. പിന്നെ ഈ തെളിഞ്ഞ വെള്ളം നമ്മുടെ കുടുംബത്തിന്റെ വംശമാണ്. ഈ തെളിഞ്ഞ വെള്ളം ഈ കുടുംബത്തിന്റെ വംശമാണ്. ഇവരുടെ പേരുകൾ അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ കത്തി, പിന്നെ എന്റെ രക്തം. ഒന്നുമില്ല, എന്റെ ഈ രക്തമാണ് എന്റെ മകള് റോജ. ഇവളീ കുടുംബത്തിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞു. അതുപോലെ ഈ കേടുവന്ന എണ്ണ അതിൽ മിക്സ് ആവുന്നതേ ഇല്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരോടൊന്ന് ചോദിക്കുവാ, ഞാൻ ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഈ ജലത്തെയും രക്തത്തെയും വേർതിരിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ലല്ലേ? ഇങ്ങനെ ഒരിക്കലും നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരും നന്നായിട്ട് മനസ്സിൽ വെച്ചോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ കൊട്ടാരത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ടോ അതേ സ്ഥാനം ഈ റോജയ്ക്കുമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തിനാ? എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ അച്ഛൻ വളരെ സ്ട്രോങ്ങാ. എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. രക്തബന്ധം മാത്രമാണ് ശരിക്കുള്ള ബന്ധമാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഇപ്പോഴും പല കോടി ജനങ്ങൾ തനിച്ചു തന്നെ ആയിരുന്നേനെ. അബീക്കെന്റെ കണ്ണുകളാണെങ്കിൽ നീ എന്റെ സ്വന്തം മനസ്സാണ് റോജ, എന്റെ ഹൃദയം. ആരെങ്കിലും എന്റെ മകളെ എന്നിൽ നിന്ന് പിരിക്കുകയാണെങ്കിൽ എന്റെ ജീവനെ, എന്റെ ഹൃദയ തുടിപ്പിനെ അവർ നിർത്തിയതുപോലെയായിരിക്കും.